വയനാട്ടിൽ നിന്ന് ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വാർത്ത എന്നുള്ളത് ഈ ആക്രമണം നേരിട്ട ജയസൂര്യയുടെ പരുക്ക് അതീവ ഗുരുതരമല്ല എന്നുള്ളത് തന്നെയാണ്. ഈ കൈക്കാണ് പരുക്കേറ്റത്, കടുവയുടെ നഖം കൊണ്ടതാണ് എന്നൊക്കെയുള്ള തരത്തിലാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘമൊക്കെ അവിടെ തുടരുന്നുണ്ട്. ഇത്തരത്തിൽ ഈ കടുവയെ വെടിവെച്ചു എന്നുള്ള തരത്തിലും വിവരങ്ങൾ വരുന്നുണ്ട്. അതിലടക്കമുള്ള ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതായിട്ടുണ്ട്. ശാന്തകുമാർ വെള്ളാലത്ത് തുടരുന്നുണ്ട്. ശാന്തകുമാർ, ഈ ജയസൂര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചോ? ഒപ്പം തന്നെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഏതെങ്കിലും തരത്തിൽ ഇത് കടുവയാണ് വെടിവെച്ചത്, കടുവയ്ക്ക് വെടികൊണ്ടോ, അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? അത്തരം ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ ഇതുവരെയും വന്നിട്ടില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ അതിന് ചില പരിമിതികളുണ്ട്. പക്ഷേ അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ അത്തരം കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റിരുന്ന നേരത്തെ വാർത്തകൾ വന്നിരുന്നത്. പക്ഷേ ജയസൂര്യയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കൈക്ക് മാത്രമാണ് ഒരു പരിക്ക് പറ്റിയിട്ടുള്ളത്, വലത് കൈക്ക് മാത്രമാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. അത് പ്രാഥമിക ശുശ്രൂഷ നൽകാവുന്നത് മാത്രമാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ കാണുന്ന വന കാണാം. ആ വനമേഖലയിലാണ് ഈ തെരച്ചിൽ നടത്തുന്നത്. അവിടെ തന്നെയാണ് ഈ കടുവയുടെ സാന്നിധ്യം നേരത്തെയും ഉണ്ടായത്. അവിടെയാണ് രാധയെ ആക്രമിച്ച സംഭവം ഉണ്ടായത് അവിടെ തന്നെയായിരുന്നു. കൊല്ലപ്പെട്ടത് അവിടെ തന്നെയായിരുന്നു. ആ ഭാഗത്തേക്കാണ് ഇന്ന് ഇപ്പോൾ 8 അംഗ സംഘം, അതിലെ ഒരു RRT അംഗമായ ജയസൂര്യ, അവരുടെ ആ നേതൃത്വത്തിലുള്ള സംഘം അങ്ങോട്ട് പരിശോധനയ്ക്ക് പോയത്. ഏകദേശം ഒരു 9:45 ഇവർ പരിശോധനയ്ക്ക് പോകുന്നത്. പക്ഷേ ഒരു 10:15 മണിയോടുകൂടി തന്നെ ഇങ്ങനെയൊരു അക്രമം നടന്നു എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നു. ഉടൻ തന്നെ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം വേഗത്തിൽ വനത്തിലേക്ക് തിരിക്കുകയായിരുന്നു. ഒപ്പം തന്നെ ഈ കടുവയെ വെടിവെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അനൗദ്യോഗിക വിവരം കൂടി വരുന്നുണ്ട്. അതിന് ഔദ്യോഗിക വിവരം ലഭിക്കണമെങ്കിൽ DFOയുടെയും അല്ലെങ്കിൽ CCFിൻ്റെയും എല്ലാം അനുമതി ലഭിക്കേണ്ടതുണ്ടായിരിക്കും. അത്തരം കാര്യങ്ങൾക്ക് ശേഷം മാത്രമേ ആ വിവരങ്ങൾ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാട്ടുകാർ പറയുന്നത് അനുസരിച്ച് 2 റൗണ്ട് വെടിവെക്കുന്ന ശബ്ദം ആ സമയത്ത് കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കടുവയ്ക്ക് നേരെ വെടിയേറ്റിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം അക്രമകാരിയായ ഒരു കടുവയെ വെടിവെക്കാൻ ഉത്തരവ് നിലവിലുണ്ട്. ആ ഉത്തരവ് പ്രകാരം തന്നെ അവർക്ക് സുഗമമായി വെടിവെക്കാനും കഴിയും. കാരണം മയക്ക് വെടിവെക്കാൻ എല്ലാ സന്നാഹവുമായിട്ട് തന്നെ പോകണം. മയക്ക് വെടിവെക്കുന്നതിനുള്ള തൂക്കും ഒപ്പം തന്നെ നേരിട്ട് വെടിവെക്കുന്നതിനുള്ള തൂക്കുമായിട്ട് തന്നെയായിരുന്നു ഈ ഓരോ സംഘങ്ങളും പോയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു 8 അംഗ സംഘമാണ് തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് പതിഞ്ഞിരുന്ന കടുവ ഈ ജയസൂര്യയെ ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ വലത് കൈക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. ഉടൻ തന്നെ ഒപ്പമുള്ള സംഘങ്ങൾ വെടിവെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അനൗദ്യോഗികമായിട്ടുള്ള വിവരം മാത്രമാണ്. ഔദ്യോഗികമായ സ്ഥിരീകരണം വരാനിരിക്കുന്നതേയുള്ളൂ. ഈ കടുവയുടെ ജീവന്റെ അവസ്ഥ എന്താണ് എന്നുള്ളതെല്ലാം അറിയേണ്ടതുണ്ട്. അതിൽ ആശ്വാസകരമായത് ഒരു മനുഷ്യജീവന് ഈ RRT അംഗമായ ജയസൂര്യയ്ക്ക് ഗുരുതരമായ പരിക്കുകൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതാണ് ഏറെ ആശ്വാസകരമായ ഒരു കാര്യം. എന്തായാലും ആ നടപടികൾ വനത്തിനുള്ളിൽ പുരോഗമിക്കുന്നുണ്ട് തന്നെ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ അരമണിക്കൂർ അധികമായി ഈ സംഭവം നടന്നിട്ട് അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ഈ മലയിലേക്ക് പോയിട്ട് അവിടെ നിന്നുള്ള വിവരങ്ങളെല്ലാം ലഭ്യമായി വരുന്നതേയുള്ളൂ. എന്തായാലും ജയസൂര്യയെ ആശുപത്രിയിൽ എത്തിക്കുന്ന നടപടികൾ ഇതുവരെയും പൂർത്തിയായിട്ടില്ല. കാരണം ഞങ്ങൾ നിൽക്കുന്ന ഈ സമീപത്തുള്ള റോഡ് വഴി മാത്രമേ ഇങ്ങോട്ട് വരാൻ കഴിയുകയുള്ളൂ. ആ റോഡിലൂടെ അത്തരത്തിൽ ഒരു വാഹനവും ഇതുവരെ പോയിട്ടില്ല വനംവകുപ്പിൻ്റെ. അതുകൊണ്ട് തന്നെ അതൊരു ഗുരുതര പരിക്കല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ശേഷിക്കുന്ന നടപടിക്രമങ്ങളായിരിക്കാം ചിലപ്പോൾ ഈ വനമേഖലയിൽ നടക്കുന്നുണ്ടാവുക. എന്തായാലും കഴിഞ്ഞ 3 ദിവസം മുമ്പാണ് രാധ എന്ന ഒരു സ്ത്രീയെ കടുവ കൊലപ്പെടുത്തുന്നത്. ആ കൊലപ്പെടുത്തിയതിൻ്റെ ഏകദേശം 1/2 കിലോമീറ്റർ അപ്പുറത്താണ് ഇന്ന് RRT അംഗത്തിനു നേരെയും ഒരു അക്രമം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ആശങ്കാജനകം, ഭയാനകം. ഇത്തരത്തിൽ ഏറെ ഭയപ്പാടോടുകൂടി തന്നെയാണ് പഞ്ചാരക്കൊല്ലി പ്രദേശവാസികളും കഴിയുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ ഒരു RRT അംഗത്തിന് നേരെ കൂടി കടുവയുടെ ആക്രമം ഉണ്ടാകുന്നത്. ഇത് കൂടുതൽ